കണ്ണുകളെ പൂർണ്ണമായും അടച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിയാൻ പോകുന്ന എല്ലാ നന്മകൾക്കും ഹൃദയത്തിലൊരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറയാം. വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സാക്ഷി ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സാക്ഷി ശുശ്രൂഷയിലൂടെ കർത്താവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് നമ്മെയും ഈ ജാഗരണ പ്രാർത്ഥനയിൽ ഈ സാക്ഷി ശുശ്രൂഷ ശ്രവിക്കുന്ന സകലരെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് സ്വരമുയർത്തി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സന്തോഷത്തോടെ പരസ്പരം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. യേശു ക്രിസ്തുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ശാലോം ടെലിവിഷൻ്റെ ജാഗരണ പ്രാർത്ഥനയിൽ എന്നെക്കാളും എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠരായ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിയ ഈ വലിയ കൃപയെ ഓർത്ത് ഞാൻ ആദ്യമേ ഈശോയ്ക്ക് നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള തിരുവചനങ്ങളിൽ മനോഹരമായൊരു സംഭവം നാം കാണുന്നുണ്ട്. ജെറുസലേമിൽ ശിമയോൻ എന്ന പേരുള്ള ദൈവഭക്തനും നീതിമാനുമായൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ ദൈവഭക്തനും നീതിമാനുമായതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ സമൃദ്ധമായി നിറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഈ പരിശുദ്ധാത്മാവ് ശിമയോനോട് പറഞ്ഞു, ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ലോകം മുഴുവനെയും സമഗ്രമായി രക്ഷിക്കുവാൻ ദൈവം അയക്കുന്ന അവിടുത്തെ ഏകജാതനായ ക്രിസ്തുവിനെ നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷം മാത്രമേ നീ മരിക്കുകയുള്ളൂ. അന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ദൈവത്തിൽ നിന്നും ലഭിക്കാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു അത്. രക്ഷകനായ ക്രിസ്തുവിനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉറപ്പ് നൽകിയപ്പോൾ ആ നിമിഷം മുതൽ ശിമയോൻ തീവ്രമായ ആഗ്രഹത്തോടെ, തീഷ്ണമായ പ്രാർത്ഥനയിൽ രക്ഷകനായ ക്രിസ്തുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ കാത്തിരിക്കുവാൻ ആരംഭിച്ചു. യേശുവിൻ്റെ ജനനത്തിന് ശേഷം പതിവുപോലെ മാതാപിതാക്കൾ ഈശോയെ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കുവാൻ കൊണ്ടുവന്ന സമയം വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിമയോനോട് പറഞ്ഞു, ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, നീ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ലോകം മുഴുവനെയും സമഗ്രമായി രക്ഷിക്കുവാൻ ദൈവം അയച്ചിരിക്കുന്ന അവിടുത്തെ ഏകജാതനായ ക്രിസ്തു ഇപ്പോൾ അവൻ്റെ മാതാപിതാക്കളോടൊപ്പം ജെറുസലേം ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതറിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ശിമയോൻ ജെറുസലേം ദേവാലയത്തിലെത്തി. ശിശുവായ യേശുവിനെ മാതാപിതാക്കളിൽ നിന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കൈകളിലെടുത്ത് ആ കുഞ്ഞിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ആത്മാവിൽ നിറഞ്ഞ് ശിമയോൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, എന്നെ സമാധാനത്തിൽ നീ വിട്ടയക്കണമേ. കാരണം സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ
ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ മഹിമയും വിജാതീയർക്ക് വെളിപാടിൻ്റെ അടയാളവും ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണുവാനും അനുഭവിക്കാനും സ്വന്തമാക്കാനും പ്രഘോഷിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വീകാര്യമായ സമയത്ത് ശിമയോനെ ജെറുസലേം ദേവാലയത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയപ്പോൾ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ശിമയോൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ. യേശുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണുകയും അനുഭവിക്കുകയും സ്വന്തമാക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സമാധാനത്തിൻ്റെ പൂർണ്ണത ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത് ശിമയോൻ പറഞ്ഞത് ഇസ്രായേലിൻ്റെ മഹിമയും വിജാതീയർക്ക് വെളിപാടിൻ്റെ അടയാളവുമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിജാതീയരെന്ന് യേശുവിനെ അനുഭവിച്ച് സ്വന്തമാക്കി പ്രഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിൽ യേശുവിനെ അനുഭവിച്ച് സ്വന്തമാക്കി പ്രഘോഷിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച എൻ്റെ ജീവിതത്തെ ഒന്ന് നിങ്ങളോട് ദൈവമഹത്വത്തിനായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിജാതീയർക്ക് വെളിപാടിൻ്റെ അടയാളമാണ് ക്രിസ്തു. എൻ്റെ വീട് പാലക്കാട് ജില്ലയിൽ ഹൈന്ദവർ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമത്തിലെ ഒരു അതിപുരാതന ഹൈന്ദവ കുടുംബത്തിലെ അംഗമായിട്ടാണ് എൻ്റെ ജനനം. പാലക്കാട് ജില്ലയിൽ ചിറ്റൂരിനടുത്തുള്ളൊരു ഗ്രാമാന്തരീക്ഷമാണ് എൻ്റേത്. ഹൈന്ദവർ മാത്രം താമസിക്കുന്ന അന്നും ഇന്നും ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു പുരാതന ഹിന്ദു കുടുംബത്തിലെ അംഗമായിട്ടാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുനാളുകളിൽ ആധ്യാത്മികമായും ധാർമ്മികമായും മൂല്യാധിഷ്ഠിതമായിട്ടൊക്കെ എൻ്റെ മാതാപിതാക്കൾ മക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം, ദൈവഭയത്തോടെയുള്ള ജീവിതം, നീതിബോധത്തോടെയുള്ള ജീവിതം, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം, മക്കളൊക്കെ നല്ലവരായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം, അങ്ങനെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടുകൊണ്ടാണ് ഞാൻ വളരുന്നത്. ഈ പ്രാർത്ഥനാ ജീവിതമാണ് എൻ്റെ കുഞ്ഞു മനസ്സിൽ ആദ്യമായി ഒരു അന്വേഷണം ആരംഭിക്കുന്നത്. അന്വേഷണം വളരെ ലളിതമായിട്ടുള്ളൊരു അന്വേഷണമാണ്. ദൈവത്തെ ജീവിതത്തിൽ കണ്ടെത്തണം. ഹല്ലേലൂയ. കുഞ്ഞു മനസ്സിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് ആത്മാർത്ഥതയോടെ ഞാൻ അറിയാത്ത, എന്നാൽ എന്നെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുൻപ് തന്നെ അറിഞ്ഞു സ്നേഹിച്ച് പരിപാലിക്കുന്നവൻ എൻ്റെ പ്രാർത്ഥനയുടെ വിളി കേട്ടു. ഞാൻ എന്നും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ഹൈന്ദവനായി ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ വിളി കർത്താവ് കേട്ടു. സ്നേഹമുള്ളവരെ, റോമാക്കാർക്കെതിരെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനത്തിൽ ഏശയ്യായിലൂടെ ദൈവം വെളിപ്പെടുത്തിയൊരു പ്രവചനമുണ്ട്. ഏശയ്യായും ധൈര്യപൂർവം പറയുന്നു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇസ്രായേലിനെക്കുറിച്ച് ദൈവം പറയുന്നു, അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടിയിട്ടും യാതൊരു കാര്യവുമില്ലെന്ന്. അപ്പോൾ സ്വന്തം ജനത്തിന് നേരെ കരങ്ങൾ നീട്ടിയിട്ട് സ്വന്തം ജനം കർത്താവിലേക്ക് തിരിച്ചു വരാതായപ്പോൾ ദൈവമെടുത്തൊരു തീരുമാനമാണ്, തേടാത്തവർക്ക് വെളിപ്പെടുത്തുക, അന്വേഷിക്കാത്തവർക്ക് കണ്ടെത്തി കൊടുക്കുക. അങ്ങനെയെങ്കിൽ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും വെളിപ്പെടുത്തുന്നവനാണ് ഇന്നും ജീവിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. നിഷ്കളങ്കമായ മനസ്സോടുകൂടി ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും അവിടുന്ന് സമീപസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞില്ലെങ്കിലും എന്നെ അറിഞ്ഞവൻ ഞാൻ ആത്മാർത്ഥതയോടെ അന്വേഷിച്ചപ്പോൾ ആരെന്ന് വെളിപ്പെടുത്തുവാൻ ആരംഭിച്ചു. പഴയ നിയമഗ്രന്ഥത്തിൽ മനോഹരമായൊരു സംഭവമുണ്ട്. നമുക്കറിയാം, അബ്രഹാമിന് അടിമപ്പെണ്ണായ ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടായി, ഇസ്മായിൽ. സാറായെ പേടിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഹാഗാർ മരുഭൂമിയിലൂടെ ഓടുമ്പോൾ കുഞ്ഞിനെ വെള്ളം ദാഹിച്ചു. മരുഭൂമിയിൽ കുഞ്ഞിനെ കിടത്തി വെള്ളത്തിന് വേണ്ടി ഓടുന്ന ഹാഗാർ, മരുഭൂമിയിൽ വെള്ളം കിട്ടില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ആ കുഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ നിലവിളി കേട്ട ദൈവം ഒരു ദൂതനെ അയച്ച് ആ കുഞ്ഞിന് ദാഹജലം കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. സ്നേഹരാഹിത്യത്തിൻ്റെ മരുഭൂമിയിൽ സ്നേഹത്തിന് വേണ്ടി വിളിക്കുന്നവൻ്റെ ഏറ്റവും സമീപസ്ഥനാണ് ഇന്നും ജീവിക്കുന്ന കർത്താവ്. അതുകൊണ്ട് കുഞ്ഞു മനസ്സെപ്പോഴും കർത്താവ് കാണുന്നതാണ്. എൻ്റെ 4-ാം ക്ലാസ് വിദ്യാഭ്യാസമാണ് ഞാൻ ആദ്യമായിട്ട് യേശുവിനെ പരിചയപ്പെടുന്നത്.
അതൊന്നും വിശദമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ അത്ഭുതകരമായ വഴികളിലൂടെയാണ് കർത്താവ് പിന്നെ നയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യേശുവിനെ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ 4ാം ക്ലാസ് വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പള്ളിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ഞാൻ പഠിച്ച കോളേജിനടുത്ത് അമ്പാട്ടുപാളയം എന്ന് പറയുന്ന സ്ഥലത്തൊരു ചെറിയ ക്രൈസ്തവ ദേവാലയമുണ്ട്. തിരുനാളിനോടനുബന്ധിച്ച് നല്ല തിരക്കുള്ള ഒരു സമയത്ത് ജീവിതത്തിൽ ആദ്യമായി ദൈവത്തിൻ്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. അന്ന് ആദ്യമായിട്ടൊരു ക്രിസ്തീയ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ സൂക്ഷിച്ചു വെച്ച ഒറ്റ പ്രാർത്ഥനയെ അന്ന് പ്രാർത്ഥിക്കാനുണ്ടായിട്ടുള്ളൂ. എനിക്ക് ദൈവത്തെ കണ്ടെത്തണം, എനിക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തെ കണ്ടെത്തണം. പ്രാർത്ഥന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്നും പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം. ജീവിതത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവിലേക്ക് കർത്താവിനെ നയിക്കുന്ന കാലഘട്ടമായിരുന്നു എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ. 1981 എൻ്റെ അപ്പച്ചന് വിദേശ മന്ത്ര കാര്യാലയത്തിൽ ജോലിയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോ നഗരത്തിലുള്ള ഇന്ത്യൻ എംബസിയിൽ ഒരു ഡിപ്ലോമാറ്റായിട്ട് പോകാൻ ഗവൺമെൻറ് ഉത്തരവിടുന്നു. അപ്പോൾ അപ്പച്ചൻ റിട്ടയർ ചെയ്യുന്നതിന് മുൻപുള്ള 3 കൊല്ലത്തെ സർവീസ് ആയതുകൊണ്ട് അപ്പച്ചൻ തീരുമാനമെടുത്തു ഞങ്ങളെ കുടുംബസമേതം ഈജിപ്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ 1981 ഞങ്ങൾ കുടുംബസമേതം ഇവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോവുകയാണ്. ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു നഗര ജീവിതത്തിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടപ്പോൾ ജീവിതം ദുസ്സഹമാകുന്നത് പോലെ തോന്നി. യേശു പറഞ്ഞല്ലോ, ലോകത്തിനൊരിക്കലും നിങ്ങൾക്ക് സമാധാനം തരുവാൻ സാധ്യമല്ല. അപ്പോൾ ആധുനികതയും അതിഭൗതികതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണത്തിൽ ജീവിതം ദുസ്സഹമായപ്പോൾ നാട്ടിലേക്ക് വരുവാൻ തീരുമാനമെടുത്തു. അപ്പോഴാണ് എൻ്റെ അമ്മച്ചി പറയുന്നത്, പെട്ടെന്ന് പോകരുത്. അങ്ങനെ ഈജിപ്റ്റ് ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് അവിടുത്തെ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്തുള്ള ഒരു അറബിക് കോളേജിൽ എന്നെ ചേർക്കുന്നു. അങ്ങനെ ഹൈന്ദവനായി ഞാൻ അറബിക്ക് പഠിക്കാനായിട്ട് തുടങ്ങുന്നു. ആ കോളേജ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവിലേക്ക് കർത്താവ് നയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ക്ലാസ്സിൽ ഒരു 3 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. ഇറ്റലിയിൽ നിന്നും വന്നിട്ടുള്ളവരാണ്. അവർ ഈജിപ്തിലുള്ളൊരു ആഫ്രിക്കൻ മിഷണറിയോട് ചേർന്ന് വൈദികരാകാൻ തീരുമാനമെടുത്ത് ഭാഷ പഠിക്കാൻ വന്നവരാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയൊരു അറബിക് കോളേജ് സ്ഥിതി ചെയ്യുന്നത് കെയ്റോയിലാണ്, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിലേക്ക് പഠിക്കാൻ വന്നവരാണ്. അവരെൻ്റെ കൂടെ അറബിക് കോളേജിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു 3 ഇറ്റാലിയൻ ബ്രദേഴ്സിനെ പരിചയപ്പെടുന്നു. വൈദികരാകാൻ തീരുമാനമെടുത്തവർ. ഞാനൊരു ഹൈന്ദവനാണെന്ന് അറിഞ്ഞപ്പോൾ, ദൈവത്തെ അന്വേഷിക്കുന്നവനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നെ പരിചയപ്പെടുന്നതിൽ വലിയ സന്തോഷമുണ്ടായി. ഞാനും അവരെ പരിചയപ്പെട്ടു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, അവർ താമസിക്കുന്ന ക്രൈസ്തവ ദേവാലയത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കൊരു കുർബാനയുണ്ട്. ഹൈന്ദവനായ എനിക്ക് കുർബാന എന്തെന്നറിയത്തില്ല. എങ്കിലും യേശുക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, എനിക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിനെ സ്വന്തമാക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയുടെ ജീവിതം കർത്താവ് നമുക്ക് തരുന്നുണ്ട്. എന്താണത്? നമ്മെ കാണുന്നവർ യേശുവിനെ കാണണം. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ കാണുന്നവർ എന്നെ കാണട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമം പേറുന്ന നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മിലുള്ള ക്രിസ്തുവിനെ കാണുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമം പേറി ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ഞാൻ ഇന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. കാരണം ഹൈന്ദവനായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങിയത് ഈ 3 ഇറ്റാലിയൻ ബ്രദേഴ്സിൻ്റെ ജീവിതത്തിലൂടെയാണ്. അവിടെ വാക്കും ചിന്തകളും പ്രവൃത്തിയും പെരുമാറ്റവും ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞതായിരുന്നു. പൗലോസ്ലീഹ എന്നും പറയാറുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തരുന്ന ഉത്തേജനമാണ് ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സ്. ഹല്ലേലൂയ. ഈ സ്രോതസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, യേശുവിനെ സ്വന്തമാക്കിയ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥതമായി മറ്റുള്ളവരുടെ
ഒന്ന് നല്ല രീതിയിൽ പെരുമാറാനും കാണുമ്പോൾ ഒന്ന് സന്തോഷത്തോടൊന്ന് ചിരിക്കാനും സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട്. ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കാൻ പഠിക്കുക. അതൊരു വലിയ സാക്ഷ്യമാണ്. ഗൗരവക്കാരായിട്ട് എന്തിനാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ക്രിസ്തു സാക്ഷികളായി തീരാനുള്ള വിളിയാണല്ലോ നമ്മുടേത്. അങ്ങനെ ഞാൻ കാണാൻ തുടങ്ങി ക്രൈസ്തവൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആ ദേവാലയത്തിൽ വൈകിട്ട് കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. പള്ളിയുടെ ഏറ്റവും പുറകിലാണ് ഇരിക്കുക, കാരണം ഹിന്ദുവല്ലേ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുർബാന ജീവിതത്തിൽ ഒരു അനുഭവമാകാൻ തുടങ്ങി. അങ്ങനെ മുൻപിലേക്ക് പതുക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഏറ്റവും മുൻപിലിരിക്കുന്ന വ്യക്തിയായി തീർന്നു. കുർബാന കഴിഞ്ഞപ്പോൾ ബ്രദേഴ്സ് എന്നെ ആ ഇടവക പള്ളിയിലെ വികാരി അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തി. ഒരു മെക്സിക്കൻ ഫാദർ. ആദ്യമായിട്ടൊരു വൈദികനെ അടുത്ത് കാണുന്നത്. പുഞ്ചിരിക്കുന്ന മുഖവുമായി എന്നെ കണ്ടപ്പോൾ സന്തോഷമായി. യേശുവിനെ അന്വേഷിക്കുന്നൊരു ഹൈന്ദവ യുവാവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അച്ഛൻ ആദ്യമായി എനിക്കൊരു സമ്മാനം തന്നത് ഈ ബൈബിളാണ്. ഞാനിതിനെ നിധി എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. 81 ഈ നിധി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതുവരെ ഞാൻ ബൈബിൾ കണ്ടിട്ടില്ല, കയ്യിലെടുത്തിട്ടില്ല. 1981 ഈജിപ്തിലെ ആ ദേവാലയത്തിലെ വികാരി അച്ഛൻ എനിക്ക് തന്ന സമ്മാനമാണ് ബൈബിൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ദൈവം ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. കടലാസ് കൊണ്ട് പൊതിഞ്ഞാണ് ബൈബിൾ എൻ്റെ വീട്ടിലെത്തിച്ചത്. കാരണം അപ്പനും അമ്മയും സഹോദരങ്ങളും കാണാൻ പാടില്ലല്ലോ. അന്നു മുതൽ രാത്രിയുടെ യാമങ്ങളിൽ മെഴുകുതിരി വെട്ടത്തിരുന്ന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വള്ളിപ്പുള്ളി അരിച്ചുപറിക്ക് വായിക്കാൻ തുടങ്ങി. യേശു ആര്, എന്തിനീ ഭൂമിയിൽ വന്നു, എന്തിനാണ് ഇവിടെ ജീവിച്ചത്, എന്തിനാണ് പീഡകൾ സഹിച്ചത്, എന്തിനാണ് മരിച്ചത്, എന്തിനാണ് ഉയർത്തത്, എന്തിനാണ് വീണ്ടും വരുന്നത്. അങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തീയതയെക്കുറിച്ചും ഹൈന്ദവനായ എൻ്റെ ജീവിതത്തിൽ അറിയാൻ തുടങ്ങിയപ്പോൾ അതെൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തുടങ്ങി. കാരണം വചനം ദൈവമാണ്, ദൈവം വചനമാണ്. ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ധ്യാന കേന്ദ്രങ്ങളിൽ അവധിക്കാലങ്ങളിൽ +1 +2 കുട്ടികൾ ധ്യാനത്തിൽ വരാറുണ്ട്. 12,000 കുട്ടികൾ വരാറുണ്ട്. ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ ആ കുട്ടികളോട് ഞാനൊരു ചോദ്യം ചോദിക്കും. മക്കളെ, നിങ്ങൾ +2 വരെ എത്തിയതല്ലേ? ഈ കാലയളവിൽ 1200 പേജിനടുത്തുള്ള പഴയ നിയമഗ്രന്ഥം, പുതിയ നിയമഗ്രന്ഥം, ബൈബിൾ ഒരു തവണയെങ്കിലും വായിച്ചവർ കൈ ഉയർത്താൻ പറയുമ്പോൾ ഒരു 2000 കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു 10-14 കൈകൾ ഉയരും. ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കും, മക്കളെ, LKG മുതൽ +2 വരെ നിങ്ങളുടെ ബുദ്ധി വളർത്താനും തല വളർത്താനും വായിച്ചു പഠിച്ച പുസ്തകങ്ങളുടെ പേജ് നമ്പർ എണ്ണാൻ പറയും. വായിച്ചു കളഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ പേജ് നമ്പർ എണ്ണാൻ പറയും. എന്നിട്ടൊരു ദിവസം ഒരു 10 പേജ് ബൈബിൾ വായിച്ചാൽ 120 ദിവസങ്ങൾ പോരെ? 5 പേജ് വായിച്ചാൽ 240 ദിവസങ്ങൾ പോരെ? 1 പേജ് വായിച്ചാൽ 1200 ദിവസങ്ങൾ പോരെ? എന്തേ നിങ്ങൾ വായിച്ചില്ല എന്ന് ഞാൻ ചോദിക്കും. ചിലപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കളോടായിരിക്കാം ദൈവം ചോദിക്കുക. എന്നാൽ ഇന്നു മുതൽ 1, 2, 5, 10 ബൈബിൾ പേജ് ഓരോ ദിവസവും വായിക്കുമെന്നുള്ളവർ തീരുമാനമെടുക്കാൻ പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ കൈകൾ ഉയർത്താറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ചോദ്യം ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചാൽ ഇവിടെ എത്ര പേര് കൈ ഉയർത്താൻ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ചോദിക്കുന്നില്ല. മനസാക്ഷിയോട് ഒന്ന് ചോദിക്കുക. യേശുവുമായി ബന്ധത്തിൽ വ്യക്തിപരമായി ആഴപ്പെടുവാൻ അനുദിന ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് വളരുവാനുള്ള ഒരു സാക്ഷ്യ ജീവിതം നമ്മിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ മേലുണ്ടായിരിക്കും. ഒരു ശക്തിക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ പറ്റില്ല. ഹെറോദോസിനെ പേടിച്ച് ഈജിപ്തിലെത്തിയ തിരുക്കുടുംബം 12 സ്ഥലങ്ങളിൽ അവർ ഈജിപ്തിൽ താമസിച്ചിട്ടുണ്ട്. എൻ്റെ ഈജിപ്തിലെ ജീവിതത്തിനിടയിൽ ഈ സ്ഥലങ്ങളിലൊക്കെ മിക്കപ്പോഴും പോകാറുണ്ട്. അതിലെന്നെ വളരെ സ്പർശിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഈജിപ്തിലെ ഹെലിയോപോളിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്താണ് ഇവരാദ്യമായിട്ട് എത്തുന്നത്. ദീർഘദൂരത്തെ യാത്ര കഴിഞ്ഞ് പരിചയമില്ലാത്തൊരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഇവരപരിചിതരായതുകൊണ്ട് അവരെ ആരും സഹായിച്ചില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കിണറ്റിൻകരയിൽ ഔസേപ്പിതാവ് വെള്ളമെടുത്ത് യേശുവിനെ കുളിപ്പിച്ചു, കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു. ആ സ്ഥലം വളരെ പവിത്രമായി ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ 12 സ്ഥലങ്ങളും കർശനമായ പട്ടാളക്കാവലിലാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ചെല്ലുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടും. 1 കിണർ, 2 യേശുവിനെ ഉറക്കാൻ കിടത്തിയ സ്ഥലം, 3 ഒരു
മരം അവിടെ നിൽപ്പുണ്ട്. ആ മരം വളഞ്ഞു വളഞ്ഞാണ് നിൽക്കുന്നത്. താഴെ വീണ് പോകാതിരിക്കാൻ 2 തടി കൊണ്ട് അതിനൊരു താങ്ങ് കൊടുത്തിട്ടുണ്ട്. പണ്ട് ആ മരത്തിലൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും അറബിക്കിലും ഓരോ വാക്ക് ആ ബോർഡിലുണ്ട്. ദി വിർജിൻ ട്രീ, കന്യകയുടെ മരം. അവിടെ ഒരു ഗൈഡ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ മരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം പങ്കുവെച്ച് തന്നു. തിരുക്കുടുംബം ഈ മരത്തിൻ്റെ ഒരു സിക്കുമുറ മരമായിരുന്നു, നേരെ നിന്നിരുന്നൊരു മരമായിരുന്നു. തിരുക്കുടുംബം ഈ മരത്തിൻ്റെ താഴെ വിശ്രമിക്കാനിരുന്നപ്പോൾ ആ മരച്ചില്ലകളുടെ ഇടയിലൂടെ സൂര്യപ്രകാശം അവരുടെ ദേഹത്ത് പതിക്കാൻ തുടങ്ങി. മരം ചിന്തിച്ചത്രേ, ആരാണ് എൻ്റെ താഴെ ഇരിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് താങ്ങി നിർത്തുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുവും അവൻ്റെ മാതാപിതാക്കളുമാണല്ലോ. അങ്ങനെ തണലേകാൻ വേണ്ടി ആ മരം സ്വയം വളഞ്ഞ് വളഞ്ഞ് ആ തിരുക്കുടുംബത്തിൻ്റെ തലമുകളിൽ സംരക്ഷണം നൽകിയെന്നാണ് പറയുന്നത്. അതാണ് ആ മരത്തിന് ദി വിർജിൻ ട്രീ എന്ന് പേരിട്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരുടെ മുകളിൽ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടെ മുകളിൽ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഈ മരത്തിന് ചുറ്റും പാറക്കഷ്ണങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. ഗൈഡ് പറഞ്ഞ് ഇവിടെ ഇരുന്നാണ് തിരുക്കുടുംബം പ്രാർത്ഥിക്കാറുള്ളത്. പാറയും ക്രൈസ്തവ ജീവിതവുമായ ബന്ധത്തെക്കുറിച്ച് യേശു പറഞ്ഞൊരു വചനമാണ് എൻ്റെ ഉള്ളിൽ അന്ന് കടന്നു വന്നത്. മത്തായിയുടെ സുവിശേഷം 7:21 മുതൽ തിരുവചനങ്ങളിലാണല്ലോ യേശു പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് വന്ന് പറയും, കർത്താവ് ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ, പിശാചുക്കൾ ഒഴിപ്പിച്ചില്ലേ? യേശു പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ. എന്തെന്നാൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിനായ മനുഷ്യന് തുല്യനായിരിക്കും. വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് വീണു പോയില്ല, കാരണം അത് പാറമേൽ പണിതതായിരുന്നു. എന്നാൽ എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷണ തുല്യനായിരിക്കും. വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ചെവി ഉള്ളവൻ ചെവി ഉള്ളവൾ കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനാധിഷ്ഠിതമായ ജീവിതം ആരംഭിച്ച എൻ്റെ യൗവനം യേശുവിനെ കൂടുതൽ അറിയാൻ, മനസ്സിലാക്കാൻ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു അത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 81 മുതൽ 84 വരെ. 84-ൽ എൻ്റെ അപ്പൻ്റെ സർവീസ് അവിടെ തീരുന്നു. വീട്ടുകാരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ദൈവകൃപയാൽ അവിടെ ഒരു കമ്പനിയിൽ ജോലി ശരിയായി ഞാൻ തനിച്ച് താമസിക്കുന്നു. കുറച്ചുകൂടി സ്വതന്ത്രമായി പള്ളിയിൽ പോകാനും ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാനും അവസരമുണ്ടാകുന്നു. അങ്ങനെ വീണ്ടും ഒരു വർഷം കടന്നുപോയി. 1985 ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവിലേക്ക് കർത്താവ് നയിക്കുന്നു. ഈജിപ്തിലെ ജീവിതത്തിലൂടെ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സിലാക്കാനും അനുഭവിക്കാനും ഒക്കെ സാധിച്ചു. അങ്ങനെ എൻ്റെ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം യേശുവാണെന്ന് സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിൻ്റെ തലങ്ങളിൽ മനസ്സിലാക്കിയപ്പോൾ ആ യേശുവിനെ ജീവിതത്തിൽ സ്വന്തമാക്കണമെന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം നാളുകളായി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട്, എന്നെ എന്തിനാണ് കർത്താവെ വിളിച്ചത്? റോമാക്കാർക്ക് ലേഖനം 10:19 തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, മോശയിലൂടെ പറഞ്ഞു, ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളിൽ ഞാൻ അസൂയ ജനിപ്പിക്കും, ബുദ്ധിയില്ലാത്തൊരു ജനത്തെ കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും. റോമർ 15:21 വീണ്ടും നാം വായിക്കുന്നുണ്ട്, ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും, അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അവനെ മനസ്സിലാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും കേൾക്കാത്തവനായിരുന്നു ഈശോ, ഒരിക്കലും അറിയാത്തവനായിരുന്നു ഈശോ. എന്നാൽ ജീവിതത്തിൽ അറിഞ്ഞപ്പോൾ യേശുവിനെ സ്വന്തമാക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ 85 ഡിസംബർ ആദ്യത്തെ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് എൻ്റെ സ്പിരിച്വൽ ഫാദർ, ഈജിപ്തിലെ പള്ളിയിലെ വികാരി അച്ഛനെ ഞാൻ കാണുകയാണ്. എന്നിട്ട് അച്ഛനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിനെ എനിക്ക് ഈജിപ്തിൽ വെച്ച് സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മാമോദിസായിലൂടെ യേശുവിനെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കേട്ടു പറഞ്ഞു, മോനെ, ഈജിപ്തിലെ നിയമങ്ങൾ വളരെ കർശനമാണ്. മാത്രമല്ല, യേശുവിനെ സ്വന്തമാക്കുന്നതിന് മുൻപ്, യേശുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മുൻപിൽ ഒരു വലിയ ഭാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം
ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന്, ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വളരെ നല്ലതുപോലെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു 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 പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ വീട്, പാരമ്പര്യം, വിശ്വാസം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ എല്ലാം യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ വിട്ടുപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. യേശുവിനെ അന്വേഷിച്ച് യേശുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മുൻപിലുമുള്ള ഒരു വലിയ വെല്ലുവിളിയാണിത്. അപ്പം ഈ ഭാരവുമായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു വചനത്തിലൂടെ കർത്താവ് എന്നെ ബലപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷം 13:44 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ പറയുന്നത്, നിധി അടങ്ങുന്ന വയല് കണ്ടെത്തുന്നവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി അടങ്ങുന്ന വയല് വാങ്ങിക്കാത്തവൻ ആരുണ്ട്? നിധി അടങ്ങുന്ന വയല് കണ്ടെത്തുന്നവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി അടങ്ങുന്ന വയല് വാങ്ങാത്തവൻ ആരുണ്ട്? ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യനെ സ്വന്തമാക്കാവുന്ന ഏറ്റവും വലിയ നിധി യേശുക്രിസ്തുവാണെന്ന് ഹൈന്ദവനായ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ ആ നിധി സ്വന്തമാക്കാൻ വിൽക്കേണ്ടതായതെല്ലാം തന്നെ വിൽക്കുവാൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ മുൻപിലാണ് വികാരി അച്ഛനോട് പറയുന്നത്, ഇവിടെ വെച്ച് തന്നെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, ഇവിടുത്തെ നിയമ തടസ്സങ്ങളുണ്ട്. ഒരു വിദേശീയനോ വിജാതീയനോ ദേവാലയത്തിൽ വെച്ച് ഏത് കുദാശ സ്വീകരിക്കണമെങ്കിലും ദേവാലയത്തിന് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രത്യേക പെർമിഷൻ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഇന്ത്യയിൽ ചെന്ന് മാമോദിസ മുങ്ങിയാൽ പോരെ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന് പരിഹരിച്ചു തരുവാൻ സാധിക്കാത്ത ഒരു പ്രശ്നവും ഇന്ന് വരെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം എടുക്കേണ്ട നിലപാടെന്തെന്ന് യേശു വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈജിപ്തിലെ മണ്ണിൽ വെച്ച് ഏറെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, 6 ലക്ഷത്തോളം സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും കുഞ്ഞുങ്ങളും ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ ഈജിപ്തിൽ എത്തി നിൽക്കുന്ന ഒരു സംഭവം നമുക്കറിയാം. രക്ഷിക്കാമെന്ന് പറഞ്ഞ് മോശ കർത്താവിൻ്റെ അത്ഭുതകരമായ വഴികളിലൂടെ നയിച്ചു കൊണ്ടുവരുന്നു. വിശാലമായി കിടക്കുന്ന ചെങ്കടലിൻ്റെ മുൻപിൽ ജനം നിൽക്കുമ്പോൾ മുൻപിലേക്ക് പോകാൻ വഴിയില്ല. മോശയ്ക്കെതിരെ, ദൈവത്തിനെതിരെ ആക്രോശിച്ച് നിൽക്കുന്ന ജനം. ഇവിടെ മോശ എന്താണ് ചെയ്തത്? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്, പ്രപഞ്ചശക്തിക്ക് അതീതമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ കാൽമുട്ടും ഭൂമിയുമായി അകൽച്ച മാറ്റിവെച്ച്, മുട്ടുകൾ ഭൂമിയോട് ചേർത്ത് വെച്ച് ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് വിളിച്ചില്ലേ? അവിടെ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യബുദ്ധിക്ക് അതീതവും പ്രപഞ്ചശക്തിക്ക് അതീതമായ വലിയൊരു കാര്യം പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്നും പറയാറുണ്ട്, മനുഷ്യ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ചു തരുന്ന കർത്താവിൻ്റെ മുൻപിൽ നാം എടുക്കേണ്ട നിലപാട് ഇത്രയേ ഉള്ളൂ: കാൽമുട്ടും ഭൂമിയുമായി അകൽച്ച മാറ്റിവെച്ച് ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് വിളിക്കുക. അവിടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു അത്. കാൽമുട്ടും ഭൂമിയുമായി അകൽച്ച മാറ്റിവെച്ച് ദൈവമേ എന്ന് വിളിച്ചു. ആ ദിവസങ്ങളിൽ വത്തിക്കാനിൽ നിന്നൊരു കർദിനാള് ഈജിപ്തിൻ്റെ അയൽരാജ്യമായ സുഡാനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഈജിപ്തിൽ വത്തിക്കാൻ എംബസിയുണ്ട്. അവിടെ കുറച്ച് മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. വികാരിച്ചൻ എന്നെയും വിളിച്ച് കർദിനാളിനെ കാണാൻ ചെന്നു. ഹൈന്ദവനായ എൻ്റെ തീവ്രമായ മാമോദിസയുടെ ആഗ്രഹത്തെക്കുറിച്ചൊക്കെ കർദിനാളിനോട് പങ്കുവെച്ചു. കർദിനാളെല്ലാം കേട്ടു പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് ഞാൻ റോമിലെത്തും, അത് കഴിഞ്ഞ് മറുപടി തരാം. പ്രിയപ്പെട്ടവരെ, 85 ഡിസംബർ 2 ശനിയാഴ്ച ആ പള്ളിയിലെ വികാരിയച്ഛൻ വളരെ സ്നേഹത്തോടെ എന്നെ വിളിച്ചു പറഞ്ഞു, ദൈവം വലിയവനാണ്, നിന്റെ കാര്യത്തിൽ കർത്താവ് ഇടപെട്ടിരിക്കുന്നു. നിനക്ക് ഈ ദേവാലയത്തിൽ വെച്ച് മാമോദിസ തരുവാനായിട്ട് പ്രത്യേക അനുവാദം ലഭിച്ചിട്ടുണ്ട്. ആ അനുവാദം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്. നിനക്ക് മാമോദിസ തരുവാനുള്ള പെർമിഷൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഈജിപ്തിലെ ക്രൈസ്തവ ദേവാലയത്തിൽ 2-3 ഞായറാഴ്ച എൻ്റെ മാമോദിസ വിളിച്ചു പറഞ്ഞു. അതൊരു നിയമമാണ്.
അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ 2 വിളിച്ചു ചൊല്ലലുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയും. ഒന്ന് എൻ്റെ മാമോദിസയ്ക്ക് ഈജിപ്തിലും, 2 എൻ്റെ കല്യാണത്തിന് നാട്ടിലും. അങ്ങനെ 1985 ഡിസംബർ 22-ാം തീയതി ഞാൻ എന്നും പോകാറുള്ള വിശുദ്ധ കുർബാനയുടെ മധ്യേ ഒരു വലിയ സമൂഹത്തെ സാക്ഷ്യം നിർത്തി. പ്രിയപ്പെട്ടവരെ, എൻ്റെ മാമോദിസ ദിനമായിരുന്നു അന്ന്. ചെറിയ കുഞ്ഞല്ലാത്തതും വലിയ ആളായതുകൊണ്ടും നടന്നു പോയി. ആ കുർബാനയുടെ മധ്യേ എൻ്റെ പഴയ പേര് ശിവദാസ് ചോഴൻ ബോസ് എന്നാണ്. ചോഴൻ എന്നുള്ളത് എൻ്റെ വീട്ടുപേര്, ബോസ് എന്നുള്ളത് എൻ്റെ അപ്പൻ്റെ പേര്. ആ പേര് മാറ്റി യേശുക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുവാൻ തീരുമാനമെടുത്ത് എന്നെ അനി ജോർജ് എന്നുള്ള പേരിൽ മാമോദിസായിലൂടെ കർത്താവ് പുതിയ സൃഷ്ടിയാക്കി തീർത്തു. ഹല്ലേലൂയ. അന്ന് തന്നെ കർത്താവിൻ്റെ ശരീരവും രക്തവും ഞാൻ ജീവിതത്തിൽ ആദ്യമായി സ്വീകരിച്ചു. കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവനെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ 86 ഏപ്രിൽ മാസം ആ ദേവാലയത്തിൽ വെച്ച് തന്നെ സ്ഥൈര്യലേപനം എന്ന കുദാശ സ്വീകരിച്ചു. കർത്താവിൻ്റെ പടയാളിയാക്കി മുദ്ര വെച്ച് കർത്താവിനെ മുദ്ര ചെയ്തു. അതിനുശേഷം 87 ജനുവരി 8-ാം തീയതി വരെ ഈജിപ്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടം അത്രയും സഹനങ്ങളിലൂടെ കർത്താവ് നയിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്തെന്ന് ബൈബിളിലേക്ക് നോക്കിയപ്പോൾ യേശു നൽകുന്ന വാഗ്ദാനം എന്താണെന്ന് കണ്ടെത്തി. പൗലോസിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രതി നീ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും, യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവ് നൽകുന്ന ഏറ്റവും ആദ്യത്തെ വാഗ്ദാനമാണ്, അല്ലെങ്കിൽ അനുഗ്രഹമാണ്, സഹനത്തിൻ്റെ തീച്ചുള്ളയിലൂടെ കർത്താവ് നമ്മെ നയിക്കും. അതെന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞു. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയ വിശ്വാസ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ഈജിപ്തിലെ സഹനങ്ങളിലൂടെ കർത്താവ് നയിച്ചത്. അങ്ങനെ അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ 1987 ജനുവരി മാസം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഈജിപ്തിൽ നിന്നും പ്ലെയിൻ കയറുമ്പോൾ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായുള്ളൂ, ഇനിയുള്ള ജീവിതം യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് ജീവിക്കണം. അങ്ങനെ വീടെത്തി മാനസാന്തരപ്പെട്ട മകനെയും കാത്ത് ഒരു വീടും ഗ്രാമവും ഉണർന്നിരിക്കുകയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ. വിവാഹം കഴിയാത്ത എൻ്റെ 2 സഹോദരിമാരെന്ന് വീട്ടിലുണ്ട്. അവർക്ക് വിവാഹ തടസ്സം ഏർപ്പെടുമെന്ന് വീട്ടിൽ നിന്നും കേൾക്കേണ്ടി വരിക. ദൈവമേ എന്നുള്ളിൽ വിളിച്ചു. അങ്ങനെ ഒരു മെഡിക്കൽ കമ്പനിയിൽ ജോലി ശരിയായി ഞാൻ തൃശ്ശൂരിലേക്ക് വരികയാണ്. അന്നത്തെ പിതാവ് കുണ്ടുകുളം പിതാവായിരുന്നു. എൻ്റെ മാമോദിസ സർട്ടിഫിക്കറ്റ് അവിടെ ഏൽപ്പിച്ചു. അങ്ങനെ പുത്തമ്പള്ളി എന്ന് പറയുന്ന ബസിലിക്ക ദേവാലയത്തിൽ എനിക്ക് ഇടവക അംഗത്വം ലഭിക്കുന്നു. 90 ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നു. 92 2-ാമത്തെ ധ്യാനം കൊളുത്തുവയലിൽ കൂടുന്നു. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു, ജോലിയും സുവിശേഷവുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഏത് തോണി വേണം? ആത്മീയ ഗുരുക്കന്മാരോട് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജോലി രാജിവെച്ച് മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനായിട്ട് തുടങ്ങി. 2 വർഷക്കാലം തൃശ്ശൂർ രൂപതയിൽ പ്രവർത്തിച്ചു. 94 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കർത്താവ് നയിച്ചു. പിന്നീട് കർത്താവ് അത്ഭുതകരമായിട്ട് ജീവിതത്തെ നയിക്കുവാനായിട്ട് തുടങ്ങി. ലോകമെമ്പാടും കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ കർത്താവ് ഇന്ന് അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം ഞാൻ വിവാഹിതനാണ്. കുടുംബജീവിതത്തെയും കർത്താവ് അനുഗ്രഹിച്ചു. ദൈവം ഞങ്ങൾക്ക് 6 മക്കളെ തന്നിട്ടുണ്ട്. 1/2 ഡസൻ മക്കളുണ്ട്. സ്വർഗീയ സമ്പന്നതയിൽ നിന്ന് ദൈവം ദാനമായി തരുന്ന മക്കളെ നാം സ്വന്തമാക്കുമ്പോൾ ആ മക്കളുടെ ഭാവി സെറ്റിൽ ചെയ്യുന്നത് കർത്താവാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കാവൽക്കാരാണ് നാം യജമാനന്മാരുടെ സ്ഥാനത്തിരിക്കരുത്. അതാണ് ദൈവം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയും, മക്കളോട് ചെയ്യേണ്ടതായിട്ടുള്ള കടമകളും ഉത്തരവാദിത്വവും നിറവേറ്റുക. മക്കൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ക്രിസ്തുവിനെ ആയി തീരട്ടെ. അപ്പോൾ നമ്മുടെ മക്കളുടെ ഭാവി വെൽ സെറ്റിൽ ചെയ്യുന്നൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഒരു അമ്മച്ചൻ്റെ തലയിൽ അമർത്തി പിടിച്ച് അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിനാ അനുഗ്രഹിച്ചു? വല്യമ്മച്ച് പറഞ്ഞു, മോനിപ്പം ഒരു വോളിബോൾ ടീമല്ലേ ആയുള്ള, ഒരു ഫുട്ബോൾ ടീമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണെന്ന്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇവിടെ ഒരുപാട് പേര്, ഞാൻ 22 വർഷമായി ഡിവൈനിൽ, അതുപോലെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഒക്കെ ശുശ്രൂഷയ്ക്ക് പോകുന്ന ആളാണ്. ആത്മീയ ഗുരുക്കന്മാരുടെ കീഴിൽ മാത്രമേ ശുശ്രൂഷ ചെയ്യുള്ളൂ എന്നൊരു തീരുമാനം എടുത്തതുകൊണ്ട് അത്ഭുതകരമായ കർത്താവ് നയിക്കുന്നു. ധ്യാനം കൂടുമ്പം ഒരുപാട് പേര് പറയാറുണ്ട്, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്താണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ സ്വന്തമാക്കിയ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക, അതിനായി നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ വഴികളെ അത്ഭുതകരമായി നയിച്ചോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈ കാലഘട്ടം. അതിന് നാം എല്ലാവരും തയ്യാറാകണം. അതുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കിയവര് യേശുവിനെ പ്രഘോഷിക്കുന്നവരായി തീരണം. അതിനുള്ള ശക്തിയും കൃപയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. യേശുവിനായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അനുദിന ജീവിതത്തിൽ അത്ഭുതകരമായി നമ്മെ വഴി നടത്തിക്കൊള്ളും. ഹല്ലേലൂയ. 2000 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിൽ ഒരു ക്യൂൻ മേരി റോസറി എന്നുള്ള പേരിൽ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആരംഭിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ജപമാല നിർമ്മിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മ. അത് വളർന്ന് പന്തലിച്ച് കർത്താവ് ഇപ്പോൾ ഏതാണ്ട് 100-ലേറെ സ്ത്രീകൾ 22 സ്ഥലങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ജപമാല നിർമ്മിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ക്രിസ്തുവിൻ്റെ മുഖം ധ്യാനിക്കുന്ന മനോഹരമായ ഈ പ്രാർത്ഥനയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിന്ന് ഒരുപാട് പേര് നയിക്കുന്നുണ്ട്. 2004 ഒരു വഴിത്തിരിവിലേക്ക് കർത്താവ് എന്നെ നയിച്ചു. ആ വർഷം, അതിന് 1-2 വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, വത്തിക്കാനിൽ വെച്ച് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ കരളലിയിക്കുന്ന ഒരു സന്ദേശം കേൾക്കാനിട വന്നു. ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് വിറയ്ക്കുന്ന കൈകൾ കസേരയിൽ അമർത്തിപ്പിടിച്ച് മാർപ്പാപ്പയുടെ കണ്ണുകളിൽ കണ്ണുനീര് പൊടിയുന്നത് ഈ സന്ദേശം തരുമ്പോൾ കാണാൻ സാധിച്ചു. വലിയ സ്ക്രീനിൽ മാനവികത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജീവനെതിരെയുള്ള ആക്രമണമാണ്. അതിൽ ക്രൂരമായി അകപ്പെടുന്നത് ഈ ഭൂമിയിൽ പിറക്കാതെ പോകുന്ന കുഞ്ഞുങ്ങളാണ്. പിറക്കാതെ പോകുന്ന കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന നമ്മോട് ആവശ്യപ്പെടുന്നത് കുഞ്ഞുങ്ങളോട് ആദരവുണ്ടായിരിക്കുക, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, കുഞ്ഞുങ്ങളെ കൊല്ലരുത്. ഈ സന്ദേശമാണ്. അത് കേട്ട് വീടെത്തിയപ്പോൾ ഈ സന്ദേശം എന്നെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചില സന്ദേശങ്ങൾ നമ്മെ അലട്ടും, അത് നല്ലതാണ്. അതിലൂടെ കർത്താവ് നമ്മിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സമയത്തിൻ്റെ തികവിൽ കർത്താവ് നമുക്ക് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ യേശുവിന് വേണ്ടി ഒരുപാട് ശുശ്രൂഷകൾ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട്. അതിന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കൊടുക്കുക. ഒന്നുമില്ലെങ്കിലും കർത്താവിന് നമ്മുടെ ജീവിതത്തെ കൊടുക്കുക. ഉള്ളതിനെ വർദ്ധിപ്പിച്ച് ആശീർവദിച്ച് അനേകം ജീവിതങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2004 ധ്യാനകേന്ദ്രത്തിലെ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ റിസപ്ഷൻ്റെ ഭാഗത്തൊരു പെൺകുട്ടി യാത്രാക്ഷീണവുമായി നിസ്സഹായ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല. ഒന്ന് കണ്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ ആ കുട്ടി ഒന്നും മിണ്ടുന്നില്ല. അവസാനം കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു പ്രഗ്നൻ്റ് ഗേളാണ്, +2 പഠിക്കുന്നു. ആരോടും പറയാതെയാണ് ധ്യാനകേന്ദ്രത്തിൽ എത്തിയത്. അപ്പൻ എക്സ് സർവീസ്മെന്നാണ്, അമ്മ ഹാർട്ട് സംബന്ധമായ രോഗമുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് അവരോട് പറയാൻ പറ്റില്ല. അങ്ങനെ മാസങ്ങൾ കഴിച്ചുകൂട്ടി ആരോടും പറയാതെ. അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അവൾ വലിയ അസ്വസ്ഥതയിൽ ജീവിക്കുകയായിരുന്നു. വീടിനടുത്ത് ഡാമിൽ പോയി ചാടണോ എന്ന് ചിന്തിച്ചു, നാട് വിട്ടോടിയാലോ എന്ന് ചിന്തിച്ചു. ഒരു നാൾ രാത്രി അവൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകണം. പണ്ടെങ്ങാണ്ട് എഴുതി വെച്ചിരിക്കുന്ന 2-3 ഡയറി കുറിപ്പുകൾ അവളുടെ കയ്യിൽ കിട്ടി. ഒരു ഡയറി തുറന്നപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ ധ്യാനം കൂടിയപ്പോൾ അന്ന് കേട്ട തിരുവചനങ്ങൾ കുറിച്ചു വെച്ചൊരു ഡയറി ആയിരുന്നു അത്. ദൈവം സ്നേഹമാകുന്നു, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അങ്ങനെയുള്ള നിരവധിയായ തിരുവചനങ്ങൾ. അതന്ന് രാത്രി അവൾ വായിച്ച് അടുത്ത പ്രഭാതത്തിൽ ആരോടും പറയാതെ പെട്ടിയുമെടുത്ത് ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നതാണ്. ഈ അവസ്ഥയിലുള്ള പെൺകുട്ടികളെ നോക്കുന്നൊരു സ്ഥാപനം അടുത്തുണ്ട്. അങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, ഇരുട്ടായില്ലേ, നാളെ വന്നാൽ മതി.
എൻ്റെ ഭാര്യയെ ഞാൻ വിളിച്ചു. ഈ അവസ്ഥയിലൊരു പെൺകുട്ടിയുണ്ട്. വേദനിക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ അവരുടെ വേദന എൻ്റെ വേദനയായി കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷകൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതൊന്നും നമ്മെ ബാധിക്കില്ല. ബന്ധനങ്ങളിലും അന്ധതയിലും അടിച്ചമർത്തി വെച്ചിരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളിൽ നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ കണ്ടുമുട്ടുന്നവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും സ്വന്തം ഭവനത്തിൽ കൊണ്ടുവരാനും പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് സാധിക്കണം. അതാണല്ലോ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ആ പെൺകുട്ടിയും കുട്ടി വീടെത്തി. ഇച്ചിരി കഞ്ഞിയൊക്കെ കൊടുത്ത് ഒരു പപ്പടമൊക്കെ കൊടുത്ത് അവൾ വളരെ സ്വസ്ഥമായി. ഇന്ന് രാത്രി അവളുടെ അപ്പൻ്റെ നമ്പർ തന്നു, വിളിച്ചു പറഞ്ഞു മകൾ ഇവിടെ സുരക്ഷിതയാണ്. അടുത്ത ദിവസം രാവിലെ അവളുടെ അപ്പനും അമ്മയും വന്നു. മകൾ ഗർഭിണിയാണെന്ന് ആദ്യമായിട്ട് അറിയുന്നു. നെഞ്ചത്തടി ബഹളം. അവരെ ആശ്വസിപ്പിച്ചു. അവസാനം പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളൂ, ഞങ്ങൾ ഈ കുഞ്ഞിനെ നോക്കിക്കോളാം. അങ്ങനെ ആ പെൺകുട്ടി പ്രസവം കഴിയുന്നത് വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായി. നല്ലൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ 3-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീടെത്തുമ്പോൾ അവളുടെ അപ്പനും അമ്മയും വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് തന്നെ മകളെ കൊണ്ടുപോകണം. പല നുണ പറഞ്ഞാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പലരും അന്വേഷിക്കാൻ തുടങ്ങി മകൾ എവിടെ. അങ്ങനെ ചോരക്കുഞ്ഞിനെ ഞങ്ങൾ ഏൽപ്പിച്ച പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ തന്ന നൊമ്പരം വലുതായിരുന്നു. ഈ അവസ്ഥയിലുള്ള എത്ര പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഇവരിൽ കർത്താവിൻ്റെ സ്നേഹം കൊടുക്കണമല്ലോ. ദൈവമേ എന്നുള്ളിൽ വിളിച്ചു. ഈ ചോരക്കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യും? നിയമ സംവിധാനങ്ങളുടെ മുൻപിലൊക്കെ പോയി. അപ്പോഴാണ് ക്യൂൻ മേരി എന്നൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നാം ജപമാല നിർമ്മാണത്തിന് വേണ്ടി 2000 രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കീഴിൽ ഈ അവസ്ഥയിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം ആരംഭിക്കാനായിട്ട് തീരുമാനമെടുത്തു. ഞങ്ങളുടെ വീട് അതിനുവേണ്ടി മാറ്റിവെച്ചു. 1 വർഷത്തിനുള്ളിൽ 35 കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാനായിട്ട് പറ്റി. സ്ഥലപരിമിതി കാരണം വീണ്ടും ഒരു വലിയ സ്ഥലം വാങ്ങിച്ച് അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യവുമുള്ള ഒരു സ്ഥാപനം പണിതുയർത്തി. ഗവൺമെൻറ് ലൈസൻസൊക്കെ നമുക്ക് ലഭിച്ചു. ഇൻ ഷോർട്ട്, കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ 186 കല്യാണത്തിന് മുൻപ് ഗർഭിണികളായ പെൺകുട്ടികൾക്ക് അത് അഭയമായി തീരുവാനായിട്ട് സാധിച്ചു. അവർ പ്രസവിച്ച് ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ നിയമപരമായി ദത്ത് കൊടുക്കുവാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ളൊരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനത്തെ ദൈവം വളർത്തി. അങ്ങനെ 145 കുഞ്ഞുങ്ങൾക്ക് വളരാൻ വീടും വളർത്താൻ മാതാപിതാക്കളെയും കർത്താവ് നൽകി. അങ്ങനെ ഒരു ശുശ്രൂഷ കർത്താവ് മനോഹരമായിട്ട് നയിച്ചു കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ രണ്ടാമതൊരു ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയാണ്. തകർന്ന കുടുംബ ബന്ധങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഭവനം. ഒരുപാട് അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നൊരു കാലഘട്ടമാണ് കേരളത്തിൽ ഇന്ന്. അപ്പോൾ അതിനുവേണ്ടി അവർക്കൊരു അഭയമായി തീരുന്നൊരു അഭയകേന്ദ്രം മാതാവിൻ്റെ പേരിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനതൊക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കർത്താവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആരംഭത്തിൽ പറഞ്ഞ അതേ കാര്യം വീണ്ടും നിങ്ങളോട് ഞാൻ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ ഒന്നാഴത്തിൽ സ്വന്തമാക്കുക, യേശുവിനെ ഒന്നാഴത്തിൽ പ്രഘോഷിക്കുവാനായിട്ട് ഇതുപോലുള്ള കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് ശാലോമിൻ്റെ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷകളൊക്കെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നത് 1 കൊറിന്തോസ് 9:16 തിരുവചനം, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇതെല്ലാ ദിവസവും നമ്മുടെ ഉള്ളിലൊന്ന് ധ്യാനിക്കുവാനായിട്ട് തീരുമാനമെടുക്കുക. അതുപോലെ ലൂക്ക 5:10 നാം വായിക്കുന്നുണ്ട്, യേശുവിലേക്ക് വരുന്നവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുള്ള കൃപയും അനുഗ്രഹവും കർത്താവ് നമുക്ക് നൽകും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം വലിയൊരു സാക്ഷ്യമായി തീരട്ടെ. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാനും ഭാഗ്യവതിയും സമ്പന്നനും സമ്പന്നയും ആരെന്ന് പറഞ്ഞ് ഞാൻ ഈ സാക്ഷ്യ ശുശ്രൂഷ നിർത്തുകയാണ്. ഓരോ ധ്യാനത്തിൽ വരുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ധ്യാനത്തിലേക്ക് നിങ്ങൾ വരുന്നത്? ഇന്ന് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഒരുപാട് മനുഷ്യർ കടന്നു ചെല്ലുന്നത് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാണ്. അതിനൊരു മാറ്റമുണ്ടാകണം. എന്തെനിക്ക് കൊടുക്കാൻ സാധിക്കും ക്രിസ്തുവിനെ പ്രതി? അതുകൊണ്ടാണ് പൗലോസ് വ്യക്തമായി പറയുന്നത്, ഈ ഭൂമിയിലെ ഭാഗ്യവാൻ സമ്പന്നൻ ഭാഗ്യവതി സമ്പന്നാരെന്ന്. 1 കൊറിന്തോസ്
15:19 പൗലോസ് പറയുന്നത്, നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവര് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ ആണ്. ഐ റിപ്പീറ്റ്, നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. അതിന് വലിയൊരു അർത്ഥമുണ്ട്. അപ്പോൾ നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കേണ്ടവരല്ല നാം. മണ്ണിൽ നിന്നും മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അനശ്വരമായ നിത്യജീവൻ ലക്ഷ്യം വെച്ച് ഈ ലോക ജീവിതത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ആ വിളിയോട് വിശ്വസ്തത പുലർത്തുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ജാഗരണ പ്രാർത്ഥനയിൽ, ഈ ശാലോം ജാഗരണ പ്രാർത്ഥനയിൽ ഈ സാക്ഷ്യ ശുശ്രൂഷ ശ്രവിച്ചെല്ലാവരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് കർത്താവിനെ പ്രഘോഷിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ കർത്താവ് ഈ സന്ദേശം നൽകിയതിന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം. കണ്ണുകൾ അടച്ചൊരു നിമിഷം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ശിമയോൻ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് യേശുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ടപ്പോൾ യേശുവിനെ സ്വന്തമാക്കി, യേശുവിനെ പ്രഘോഷിച്ചു. കർത്താവേ, എന്നെ സമാധാനത്തിൽ നീ വിട്ടയക്കണമേ. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ മഹിമയും വിജാതിയർക്ക് വെളിപാടിൻ്റെ അടയാളവുമാണ്. യേശുവാണ് ഏകരക്ഷകനെന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച നമ്മിലും ഈ രക്ഷകനെ ലോകത്തിന് പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കർത്താവെ ഞങ്ങളിതാ ഏറ്റെടുക്കുന്നു. അതിനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അമ്മയുടെ മേലെ ഹൃദയത്തിന് പ്രത്യേകമായി സമർപ്പിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, യേശുവിനെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും തലമുറകളെയും അനുഗ്രഹിക്കണമേ എന്ന് അമ്മ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ സ്തുതിയായിരിക്കട്ടെ.